പുതിയ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും ഒരുപോലെ സ്വീകാര്യമാണ് നമ്മുടെ ഹോട്ടൽ. കാരണം അത് കണ്ടില്ലേ, ജയൻ ചേട്ടൻ ഉണ്ട്, സത്യൻ ചേട്ടൻ, അതുപോലെ തന്നെ പ്രേം നസീർ, വിവിധ എല്ലാ ആൾക്കാരും ഇവിടെ മൊത്തം. ഈ സൈഡ് നോക്കുകയാണെങ്കിൽ DQ ദാ, പിന്നെ തിലകൻ ചേട്ടൻ. ചായ പലതരത്തിലുണ്ട്, പക്ഷേ സുലൈമാനി അത് ഒറ്റ തരത്തിലേ ഉള്ളൂ. നമ്മുടെ തിലകച്ചേട്ടൻ പറഞ്ഞ പോലെ ഓരോ സുലൈമാനിലും ഒത്തിരി മുഹബത്തുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ടേസ്റ്റ്, മുഹബത്തിൻ്റെ കട്ടൻ ചായ അല്ലെങ്കിൽ സുലൈമാനി. അപ്പോൾ എവിടെയെന്നല്ലേ, നമ്മുടെ സ്വന്തം തലസ്ഥാനത്താണ്. അതായത് സംഗതി ചായ കുടിക്കാൻ വന്നതല്ല, നല്ല ഭക്ഷണം കഴിക്കാൻ വന്ന. ഇത് കണ്ട, നല്ല പെടക്കണ മീൻ കണ്ട, കരിമീനുണ്ട്, ഹമൂറുണ്ട്, അതുപോലെ തന്നെ ഇത് മീനിൻ്റെ പഞ്ഞി, മീൻ മുട്ട പറയും. ഇത് ചെമ്മീനുണ്ട്, കണവുണ്ട്, ഒട്ടുമിക്ക ഐറ്റങ്ങളുണ്ട്. നമ്മുടെ സ്വന്തം ഇഫ്താർ വിഴിഞ്ഞം. അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് പാർസല വരെ എന്ത് കിട്ടുമെന്നറിയോ? വിഴിഞ്ഞ ചിക്കൻ കിട്ടും. പക്ഷേ വിഴിഞ്ഞ ചിക്കൻ്റെ സ്റ്റാർട്ട് ചെയ്തത് വിഴിഞ്ഞത്താണല്ലോ. അപ്പോൾ വിഴിഞ്ഞത്തിന് പേര് കേട്ട കടയിലാണ്. ആശാനെ എന്താക്കുന്നത്? വിഴിഞ്ഞ ചിക്കൻ. വിഴിഞ്ഞ ചിക്കൻ അതായത് സംഗതി വിഴിഞ്ഞത്തല്ല കേട്ടോ, കഴക്കൂട്ടത്താണ്. ഇതൊരു പീസ് എന്താ റേറ്റ് വരുന്നത് വിഴിഞ്ഞ ചിക്കന്? ഇത് 130. നമ്മൾ ഇതിന്റെ കോമ്പിനേഷൻ എന്താ? വിഴിഞ്ഞ ചിക്കനോ അപ്പം അല്ലെങ്കിൽ കോയിൻ പൊറോട്ട, അപ്പം, പുട്ട്. നല്ല കോമ്പിനേഷൻ കോയിൻ പൊറോട്ട വിഴിഞ്ഞ ചിക്കനും. വായിൽ വെള്ളം വരുന്നുണ്ടല്ലോ അല്ലേ? വേറെന്തൊക്കെയായിട്ട് നമുക്ക് മെയിൻ ആയിട്ടല്ലേ? ചിക്കൻ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ? ചിക്കൻ അല്ല, നമുക്ക് മെയിൻ ആയിട്ട് സീ ഫുഡാണ്. എല്ലാം നമ്മൾ വിഴിഞ്ഞെടുക്കും. എല്ലാം വിഴിഞ്ഞത്ത് നിന്ന് കൊണ്ടുവരുന്നത്. എന്തൊക്കെയാ നമ്മൾ എല്ലാം ഫ്രൈ ആണ് അല്ലെങ്കിൽ ഗ്രേവി ആണ്? നമ്മൾ കൊഞ്ച് റോസ്റ്റ് ഉണ്ട്, കണവ റോസ്റ്റ് ഉണ്ട്, പിന്നെ മീൻ മുട്ട ഫ്രൈ, പിന്നെ ബാക്കിയൊക്കെ ഫ്രൈ ആണ്. പിന്നെ ഹാമൂർ, ആവോലി, കണവ, കൊഞ്ച്, പിന്നെ നെയ്മീൻ, തലക്കറി. ഒരു കണവ റോസ്റ്റഡ്. മസാല തേച്ച് വന്നിട്ട് ഫ്രൈ അല്ലേ? ഫ്രൈ. ഇത് നമ്മൾ റോസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്യും. ഇത് ഇതിന്റെ റോസ്റ്റിന്റെ മസാല. അതെ. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 3/4 പരുവെത്തുമ്പോഴേക്കും നമ്മൾ ഈ മസാല കൂടെ ഫ്രൈ ചെയ്യും. ഇതിനകത്തിട്ട് കൊടുക്കും. സ്പൈസിയാണ്. നമ്മൾ മെയിൻ ഇത് ഇവിടെ സ്പൈസിയാണ്. അപ്പോൾ നമ്മൾ വിഴിഞ്ഞ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ആവി പറക്കണ വിഴിഞ്ഞ ചിക്കൻ. അതൊരു കോഴി 4 പീസാക്കി വിട്ടു അല്ലേ? ഒരു പീസിന് 130 രൂപ. കൂടെ പൊറോട്ടയാണ് മെയിൻ കോമ്പിനേഷൻ. എടാ കോയിൻ പൊറോട്ട എന്താ റേറ്റ്? കോയിൻ പൊറോട്ട 5 രൂപ, അപ്പം 5 രൂപ, പുട്ട് 40, ചപ്പാത്തി 7. അപ്പോൾ നമ്മൾ അടുത്തൊരു ഹമൂർ ഫ്രൈ ഉള്ള പരിപാടിയാണ്. ഇങ്ങനെ വെട്ടി തിളയ്ക്കുന്ന എണ്ണയിലേക്ക് ഹമൂർ അങ്ങിട്ടിട്ട് ഹമൂർ ഇങ്ങനെ കിടക്കണ ഹമൂർ റെഡി ആയിട്ട്. ഇതല്ലേ പ്ലേറ്റ് അല്ലേ? ഈ പ്ലേറ്റ് കണ്ട, ഈ പ്ലേറ്റിന് ഒരു മെയിൻ ഡിസൈൻ ഇല്ല കേട്ടോ, മീൻ്റെ ഒരു അല്ലേ? ഈ എല്ലാത്തിലും ഈ മസാല ചേർക്കും അല്ലേ? എല്ലാത്തിലും ഈ മസാല ചേർക്കും. അതാണ് ആ മസാലയും കൂടി കഴിക്കുമ്പോഴേ ആ മീനിന് ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ,
താങ്ക് യു. ചൂട് ചൂട് പൊള്ളി അപ്പോൾ ചെറുതായിട്ട് കൈയൊന്ന് പൊള്ളി കേട്ടോ. ആക്രാതം കാണിച്ചതാ വേണ്ടായിരുന്നു. ഹമൂർ സെറ്റ് ആയിട്ടുണ്ട്. സെറ്റ് അതുപോലെ തന്നെ മീൻമുട്ട റെഡിയായിട്ട്. മീൻമുട്ട ഈ പ്ലേറ്റിന് ഒരു 350 രൂപയാണ്. അത് ഏത് മീനിന്റെ മുട്ടയായാലും ഇതേ റേറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഇഫ്താർ വിഴിഞ്ഞത്തെ കുറച്ച് ഐറ്റം മാത്രം നമ്മൾ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതന്നെ കഴിച്ചു തീർക്കാൻ പറ്റുമെന്ന് അറിയില്ല. സംഗതി ഇവിടുത്തെ മെയിൻ ഐറ്റം ഈ കോയിൻ പൊറോട്ട കണ്ടാ. ഈ കോയിൻ പൊറോട്ടയും നമ്മുടെ വിഴിഞ്ഞൻ ചിക്കനാണ്. നല്ല സ്പൈസി കേട്ടോ. കോഴിക്കോട് പഞ്ഞി എന്ന് പറയാം, ഇവിടെ മീൻമുട്ട എന്ന് പറയും. വേളാപ്പാലയ്ക്ക് ഇതിന് 750 രൂപ, കൈമീൻ റേറ്റ് 550, അതുപോലെ തന്നെ ഹമൂറാണെങ്കിൽ 950. അപ്പോൾ കഴക്കൂട്ടം വന്നാൽ ഇഫ്താർ വിഴിഞ്ഞം ചോദിച്ചാൽ മതി, ആരും കാണിച്ചു തരും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. എന്തായാലും അതുവരേക്കും ടാറ്റാ ബൈ. ഓക്കെ, സീ യു.